ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പരിപാടി എന്താണെന്നറിയാവോ? വാഴക്കൂമ്പ് തോരൻ. തോരൻ ഇപ്പോൾ വയ്ക്കുന്നില്ല, ഇത് അരിഞ്ഞ് വെച്ചിട്ട് ഇതിൻ്റെ കറയെല്ലാം കളഞ്ഞ് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വയ്ക്കുക. അപ്പം നാളെ രാവിലെ ചോറ് കെട്ടാൻ നേരത്ത് കിടന്ന് മെനക്കെടുണ്ടല്ലോ, അതുകൊണ്ട് നേരത്തെ അരിഞ്ഞു വെക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം സിദ്ധൂട്ടൻ പോയി എടുത്തിട്ട് വന്നതാണ് ഈ കൂമ്പ് വാഴപ്പണയെന്ന് ഫ്രീ ആയിട്ട്. അവിടെ ഈ വാഴയുടെ വാഴ കൃഷിയുണ്ട്. അപ്പം അവർ ഒടിച്ചൊടിച്ച് കളയും. അപ്പം അതിൽ നിന്ന് സിദ്ധൂട്ടൻ പോയി എടുത്തിട്ട് വന്നതാണ്. സാധാരണ നമ്മൾ തോരൻ വയ്ക്കുന്ന സമയത്ത് ഇതും എടുക്കും. ഈ ഒരു സാധനം എടുക്കും. ഇതെടുത്തിട്ട് ഇതിനകത്തുള്ളതാ ഈ ഒരു സംഭവമില്ലേ, ഈ ഒരു സംഭവവും കളഞ്ഞിട്ട് ഈ സാധനം അരിഞ്ഞ് തോരത്തിന് എടുക്കാം. എനിക്ക് മെനക്കെടാൻ വയ്യാത്തത് ഈ മാത്രം. പക്ഷേ ഇതൊന്നും ആരും മെനക്കെടാറില്ല. എന്ത് കാരണമെന്നറിയാവോ? കൈ ഈ കളറാവും, അതുകൊണ്ട് ആരും ഇത് എടുക്കില്ല. പക്ഷെ ഇതൊക്കെ നല്ലതാണ് കേട്ടോ ശരീരത്തിന്. ബാക്കി 2 കൊമ്പുള്ള സാധനം നീ എന്തിനാ അതിനെ കിടന്ന് പിടിക്കണം? അതൊരു വഴി കൂടെ ഒരു സൈഡിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ, അതിൻ്റെ ഇടയിൽ കയറണ എന്തിന്? അതങ്ങ് പോട്ട്. അപ്പോൾ വാഴക്കൂമ്പ് നമ്മുടെ നാട്ടിൻ പ്രദേശത്തൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്ന ഒരു സാധനമാണ് ഈ വാഴക്കൂമ്പെന്ന് പറയുന്ന സാധനം. സിറ്റിയിലൊക്കെയാണ് ഇതൊക്കെ കിട്ടാൻ പാട്. അതെ, നമുക്കിവിടെ അൺലിമിറ്റഡ് ആണ്, ഇഷ്ടം പോലെ കിട്ടും. ഇഷ്ടം പോലെ 5 പൈസ കൊടുക്കണ്ട. പിന്നെ അകത്തിരിക്കുമ്പോൾ ഭയങ്കര ചൂട്, വേർപ്പ്, അതൊക്കെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാമോ? പുറത്തോട്ടിറങ്ങി തിണ്ണയിലോട്ട് ഇറങ്ങിയിരുന്നാണ് ഈ പരിപാടി ചെയ്യുന്നത്. ഇതെല്ലാം അരിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണമെന്നറിയാമോ? കുറച്ച് എണ്ണ എടുത്ത് ഇങ്ങനെ തടവുമ്പോഴത്തേക്കിന് ഇതിലുള്ള വലയെല്ലാം പോവും. അത് ചെയ്യണം. ഇതെല്ലാം ചെയ്ത് കഴുകി വൃത്തിയാക്കി മഞ്ഞപ്പൊടിയിലൊക്കെ ഇട്ട് കഴുകി നമുക്ക് എന്ത് ചെയ്യാമെന്നറിയാമോ? ഫ്രിഡ്ജിൽ അടച്ചു വയ്ക്കണം. നാളെ രാവിലെ ചോറ് കെട്ടുമ്പോൾ എടുക്കാം. ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു രാവിലെ. പിന്നെ നാളെ രാവിലെ ചോറ് കെട്ടാൻ നേരത്ത് എടുക്കാം. വേറൊരു കാര്യം എന്തോ പറയാനുണ്ടെന്നറിയാമോ? എൻ്റെ വീഡിയോയിൽ അരുൺ ഏട്ടൻ, ആ ചേട്ടനെ എനിക്ക് വർഷങ്ങളായി അറിയാമെന്നുള്ള ഏട്ടനാണ്, എൻ്റെ സ്വന്തം ഏട്ടനെ പോലെയാണ്. അപ്പം ആ ചേട്ടൻ എന്നെ ഇന്നലെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ്, നീ ഇന്നലെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ്, ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് ഉഷാറില്ലെന്നാണ് പറയണത്. എനിക്ക് ഉഷാറുണ്ടോ ഇല്ലയെന്ന് ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് അദ്ദേഹം പറയണം കേട്ടാ. കമൻറ്റിലൂടെ പറയണം. എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഉഷാറില്ലാന്ന്. അപ്പം ഞാൻ വീഡിയോയിൽ ആരെങ്കിലും ഒരാൾ കമൻറ്റിൽ പറയുമ്പോഴാണല്ലോ നമുക്ക് അറിയാൻ പറ്റണത് നമ്മൾ വീഡിയോയിൽ എന്തൊക്കെ കുറ്റങ്ങൾ പറയുന്നുണ്ടെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ചേട്ടൻ ഇങ്ങനെ വിളിച്ച് പറഞ്ഞപ്പം എനിക്ക് വളരെ സന്തോഷമായെന്നുള്ള കാര്യമാണ്. കുറ്റം പറഞ്ഞതുകൊണ്ടല്ല സന്തോഷമായത്, കമൻറ്റിൽ ആരെങ്കിലും ഇങ്ങനെ പറയുമല്ലോ, അത് നമുക്കതൊരു മുന്നോട്ടുള്ള വീഡിയോ എടുക്കുമ്പോഴത്തേക്കിനും നമ്മളത് അറിഞ്ഞ് ചെയ്യും. അങ്ങനെ അപ്പോൾ എല്ലാവരും വീട്ടിൽ പറ്റുന്നവരൊക്കെ ഇതുപോലെ കൂമ്പ് തോരനൊക്കെ ഉണ്ടാക്കി കഴിക്കുക. ഇന്ന് എന്തായാലും ഞാൻ തോരൻ ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഇടുന്നില്ല. ഇതിൽ ഓൾറെഡി നമ്മുടെ ചാനലിൽ തന്നെ കൂമ്പ് തോരൻ വയ്ക്കുന്ന വീഡിയോ ഉണ്ട്. അത് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. പിന്നെന്താ, ഇത് ചുമ്മാ നമ്മളിവിടെ 3 പേരും കൂടെ ചൊറിയും കുത്തിയിരുന്നപ്പോൾ എടുത്ത വീഡിയോ ഒന്നേ ഉള്ളൂ. പാറ ഇവിടെ ഇരിപ്പുണ്ട്, സിദ്ധൂട്ടനാണ് വീഡിയോ എടുക്കുന്നത്. പിന്നെ നമ്മുടെ മീൻ ഒരു 10 കുഞ്ഞു മീനുകൾ ചത്തുപോയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ പറഞ്ഞു കൊടുക്കും സിദ്ധൂട്ടാ. നിന്റെ മീനില്ലേ, അപ്പൊ നീയല്ലേ പറഞ്ഞു കൊടുക്കുക, എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കാം. ഡീറ്റെയിൽ ഒന്നുമില്ല, അത് ഇന്നലത്തെ മുട്ട വിരിഞ്ഞ കുഞ്ഞുങ്ങൾ ഒരു 10 ചത്തുപോയി. ബാക്കിയെല്ലാം കാണാന്ന് പറഞ്ഞോളൂ.
താഴെ കിടക്കുന്ന ചെറിയ പൊടി വെള്ള കളറ് കുഞ്ഞുങ്ങൾ. ബാക്കിയെല്ലാം ഇവിടെ ഒക്കെ ഓടി കളിക്കുന്നുണ്ട്. ഇതായത് എടുത്ത്. അപ്പം നമ്മുടെ കൈ ഏകദേശം എന്താ കരിക്കട്ട കളറായിട്ടുണ്ട്. കണ്ടോ? ഇതാര് കൈ തരും? ഇതിന് പോണമെങ്കിൽ 2 ദിവസം എടുക്കും. ഇപ്പൊ നമ്മൾ എണ്ണ ഇട്ടിട്ട് കൂടി ഇത്രയും കരിയായി. എനിക്ക് വാരി തരണം. അത് കുഴപ്പമില്ല, വാരി തരണമല്ലൊന്നും പ്രശ്നമില്ല. പക്ഷെ ഈ കളറ് 2 ദിവസത്തെ ഇരിക്കും. ഇനി പാത്രം കഴുകുമ്പോഴത്തേക്കിനും പാത്രം കഴുകുമ്പം തുണി നനയ്ക്കുമ്പോൾ പിന്നെ തുണി നനയ്ക്കണം. തുണി നനയ്ക്കണം. പ്രധാനപ്പെട്ട പണിയുണ്ട്, തുണി നനയ്ക്കും. അപ്പം നമ്മുടെ തോരൻ വേറെ ഇന്ന് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ കൂമ്പ് ഇതെന്തോന്നു മാറ്റിങ്ങോട്ട് കൂമ്പ് തോരൻ കൂമ്പ് അരിയുന്ന വീഡിയോ മാത്രമേ ഉള്ളൂ. പിന്നെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ പറഞ്ഞല്ലേ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ചെയ്യുക. ഞാൻ ചാടാ, നീ നടക്ക. അവൾ അതുവഴി പോയി, ഞാൻ ഇതുവഴി പോ. കുഴി ഓ ഇന്നലെ മരിച്ചിനി പറിച്ചതാണ്. വീണാ വാറ വീണ്. ആ ചത്തി. അതെ, ഇവിടെയൊക്കെ ചുമ്മാ അതൊന്നും എടുക്കണ്ട, അത് കൊള്ളൂല. ഇവിടെയൊക്കെ ചുമ്മാ കിടക്കണം കൂമ്പ്. അപ്പുറച്ചാടി. അയ്യോ, ഞാൻ ഇങ്ങനെ ഇവിടെ ഒരു ചാക്കുണ്ടായിരുന്നല്ലോ. അപ്പുറത്ത് അവിടെ ചാക്കായിരിക്കും. ചാക്ക് ഇവിടെ ഇവിടെ താട്. അവിടെ വെള്ളമാണ്. കയറി ചാട് അവിടെ നിന്ന്. ഇവിടെ ഒരു പക്ഷെ അപ്പുറത്ത് നടക്കാം. ഇവിടെയൊക്കെ പുല്ലാണ്, നല്ല രസമുണ്ട്. അടുത്ത പ്രാവശ്യം അപ്പുറത്ത് അത് മതി. ഇവിടെ നിന്നാണ് നമ്മുടെ അന്ന് മീൻ പിടിച്ചത്. ഇവിടെ നിന്നല്ല, വേണ്ട ഒരെണ്ണം മതി നമ്മ പറഞ്ഞു. നോക്കടി മീൻ മാനത്തണ്ണി. ഒരെണ്ണം മതി എന്ന് പറഞ്ഞാ അതപ്പം വേണ്ട. ഇവിടെ കൂമ്പ് വെറുതെ കിടക്കും. അതൊക്കെ അവിടെ കിടക്കട്ടെ, നീ ഇങ്ങോട്ട് വാ. ആ ചാക്കി ചവിട്ടിയാണ് നീ വന്ന് വീണത്. ഇവിടെ ചവിട്ടി അവള് ഇവിടെ കിടന്നു. വാ പോവാ. അമ്മ 2 മതി എന്ന് പറഞ്ഞില്ലേ? ഞാൻ പോവൂ, ഇറങ്ങി വാ അങ്ങോട്ട്. എല്ലാം ഞാൻ എടുത്ത്, ഒന്നും മേടിക്കണ്ട. നമുക്ക് അടുത്ത പ്രാവശ്യം അപ്പുറത്ത് പോവാം. കൂമ്പും കൊണ്ടുപോയി. ഇപ്പൊ വീണ പിന്നെ ഞാൻ ഒരു ഏഴ് ഫോൺ ഇരിക്കുന്നു, ഒരു ഏഴ് കൂമ്പിരിക്കുന്നു. വൈ നീ പിടി വിട്. സൂപ്പർ. ജസ്റ്റ് ഒന്ന് ഫോണ് നേരത്തെ അവിടെ വീണായിരുന്നു. ഇന്നലെ മുറിഞ്ഞ കൈ പെണ്ണ് അള്ളി തന്നു. അവിടെ ഉണ്ട് ചാക്ക്, ഞാൻ ചാക്കി ചവിട്ടി. ചാക്ക് അപ്പുറത്ത് എറി. ആ സൂപ്പർ. ആഞ്ഞെറി. ചാടിക്കോ. നീ കൂമ്പടി. അയ്യോ കൂമ്പിന്റെ മൂടൊക്കെ അവള് കുത്തി പൊട്ടിച്ച്. ഇനി നമുക്ക് ഇതുവഴി പിന്നെ ചാടാം. അവിടെ അതുവഴി ഇറങ്ങിപ്പോവും. അതുവഴി പോവും. വീണ
എന്തിനാ അടിക്കണേ? ഓ പിന്നെ അടുത്ത് വിടുന്ന കൂമ്പ് ചാറി. 1 2 3 സ്റ്റാർട്ട്. അത്ര അതിൻ്റെ നടുക്കിരിക്കുന്ന പെണ്ണ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ചാടാം അപ്പുറത്തോട്ട്. ആ ചാടി. പാല കിടന്ന അപ്പുറത്ത് പോയാ ഡോറയുടെ വീട്. ഒരെണ്ണം എടുക്കാൻ പറ്റുമ്പോൾ 2 എണ്ണം വേണമെന്ന് പറഞ്ഞു. ഈ കൂമ്പിന്റെ മൂട് അങ്ങനെ ചപ്പിയെന്നറിയാമോ? എടുത്തെറിഞ്ഞേന്നുള്ളു. ഇന്ന് മൂടും കുത്തി അത് വീണ്. ഒരു കൂമ്പെടുക്കാൻ പറഞ്ഞപ്പോൾ അമ്മ 2 കൂമ്പെടുക്കാൻ പറഞ്ഞു. ഉള്ളു പാണ് താഴെ വീണത്. ചാക്കി ചവിട്ടാളെ ചെളി ചവിട്ടിയിട്ട് ഞാൻ പിടിച്ച് കയറ്റി. എന്നിട്ട് ദോടാക്കുന്നു അപ്പുറത്ത് സ്ലാപ്പിന് വേണ്ടേ നമുക്ക്. ഫോണ് പിടിച്ച് വലിച്ച് ഇതിൽ നിന്ന് ഫോൺ ഊരി താഴെ വീണ്. ഞാൻ തുടച്ചെടുത്ത് പായത്തിന് വെള്ളത്തിൽ വീണില്ല. എനിക്ക് തുഴഞ്ഞാന ചാരി വീണ്. ഇവിടെ വീണ സ്പോട്ടൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തു. ഡാഡി നമ്മളിങ്ങനെ ഇളക്കി കളയണം. സാധാരണ അടുത്ത തിളക്കുമ്പോൾ കാണിക്കും. സാധാരണ ഈ ഒരു സംഭവവും എടുക്കും തോരത്തിന്. പക്ഷെ വേണ്ട. കഥ പറയട്ടെ. ഞാൻ കയ്യിൽ കുറച്ച് എണ്ണ ഇങ്ങനെ തടവിയിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ കണ്ടോ ആ വല ഇങ്ങനെ കട്ട കെട്ടി പറഞ്ഞുണ്ടോ. അതങ്ങ് പോവും. എണ്ണ ആദ്യം തേക്കട്ടെ. തൂപ്പുകാരി പറ്റൂല. എടുക്കുന്നു. വല കിട്ടും. ഇങ്ങനെ കുടഞ്ഞെടുത്താൽ മതി. ഇങ്ങനെ കുടയും തോറും ഇത് തുറതുറാന്ന് കിട്ടുകയും ചെയ്യും. ഈ വല കൈ കിട്ടും. ഇതെടുക്കാതെ നമ്മൾ തോരൻ വെച്ച് കഴിഞ്ഞാലുള്ള കുഴപ്പം ഇത് നമുക്ക് കഴിക്കാൻ പറ്റില്ല. തൊണ്ടയിൽ കുടുങ്ങും വല ഒരുമാതിരി കുടുങ്ങി അത് വലയുണ്ട്. ഇത് ഇത്രയും വല ഇല്ലാതെ നമ്മൾ എടുത്തത്. ഇത് വല എന്താ ഇത് നമുക്ക് കളയാനുള്ളതാണ്. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് വല എടുക്കാനുള്ളത്. അത്രയും വല എടുക്കാനുള്ളത്. ഇത് നമ്മൾ വല എടുക്കുക. ഇത് വല എടുക്കാനുള്ളത്. അത്രയും വല എടുക്കണം. ഇത്രയും വല എടുക്കണം. നമുക്ക് അപ്പൊ ഇങ്ങനെയാണ് കൂമ്പിന്റെ വല എടുക്കുന്നത്. ഇത് അല്ല അത് എടുക്കണം, വൃത്തിയാക്കണം. അത് ഞാൻ പറഞ്ഞത് കുറച്ച് വൃത്തിയാക്കിയിട്ട് പറഞ്ഞു തന്നത്. ഇനി ഇതുപോലെ നമ്മൾ വല എടുക്കണം. ഇതിൽ നിറയെ വല ഉണ്ട്. വല ഉള്ള സംഭവം. വല ഇങ്ങനെ എടുക്കുമ്പോൾ ഇത് വല ഇല്ലാത്തത്. ഈ വലയൊക്കെ നമ്മളെ തൊണ്ടയെ കുടുങ്ങിയുള്ള അവസ്ഥ ആലോചിച്ച് വായിക്കാതെ കുത്തേണ്ടി വരും. ഇത് കണ്ടോ ഗൈസ് എൻ്റെ കൈ. അപ്പം നമ്മൾ ഇതിനെ കൊണ്ടുവന്നത് ആ വെള്ളത്തിനകത്തിട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ടേ. അതെന്തിനാന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ കളർ വരെ കറുത്ത കളറാണ്. കുറച്ച് വലയും കൂടിയൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടും. ഇതാ കണ്ട
ഇതാ ഇങ്ങനെ കിട്ടും. ഇതാ ഇതുപോലെ വല കിട്ടും വെള്ളത്തിൽ ഇട്ടെടുക്കുമ്പോൾ. നമ്മൾ കുറച്ച് എണ്ണയിൽ ഇങ്ങനെ ആക്കിയപ്പം വല കുറേ കിട്ടി. ഇനി അഥവാ നമുക്ക് ഇനി 1-2 വലകളും കൂടെ ഉണ്ടെങ്കിൽ ഇതാ കിട്ടും. ഇതാ വെള്ളത്തിൽ ഇട്ട് കഴിയുമ്പോഴത്തേക്കിന് ഇതുപോലെ വല കിട്ടും. അപ്പോൾ ഇതിനെ അങ്ങ് കളയും. ഇതിനെ ഇനി കഴുകി വൃത്തിയാക്കി നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാവോ? ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരുന്നാൽ നാളെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് തോരൻ വയ്ക്കണം, അപ്പോഴും നമുക്ക് തോരൻ വയ്ക്കും. അപ്പോൾ നമ്മുടെ കൂമ്പ് വൃത്തിയാക്കുന്ന വീഡിയോ ഇതോടുകൂടി തീരുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബായ്. ഗൈസ്, ഒരു കാര്യം കാണിച്ചു തരാൻ. കണ്ടോ, നമ്മുടെ കൈ സോപ്പിട്ട് കഴുകിയിട്ടും ഒന്നും ഈ കറ പോണില്ല. ഇതാണിപ്പോൾ നമ്മുടെ കയ്യിലെ അവസ്ഥ. ഈ കളറായിരുന്നതിനെ ഞാൻ ഒരു ബ്രൗൺ കളറാക്കി വെച്ചിട്ടുണ്ട്. ഏത് കളറായിരുന്നു? ആക്കിയിട്ടും പോണില്ല. ഇത്രയും കറുത്ത കളറായിരുന്നു, അതിന് ബ്രൗൺ കളറായിരുന്നു. ഇപ്പം ഞാൻ പാത്രമൊക്കെ കഴുകിയാണ്, എന്നിട്ടും പോണില്ല. 2 ദിവസം പിടിക്കും ഈ കറയൊക്കെ പോവാൻ. ഇതൊക്കെ സഹിച്ച് നമുക്ക് തോരൻ വെച്ച് കഴിക്കാൻ പറ്റുന്നുള്ളവർ മാത്രം ഈ കൂമ്പ് എടുത്ത് വയ്ക്കുക. അപ്പോൾ പക്ഷേ വേറൊരു കാര്യം, ഈ കൂമ്പ് തോരനൊക്കെ കഴിക്കുന്നത് വാഴത്തട എല്ലാം കഴിക്കുന്നതൊക്കെ നല്ലതാണ്. അപ്പോൾ വേറെ ഒന്നും പറയാനില്ല. നമ്മുടെ ഈ കയ്യിലെ കറ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്.